തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആഞ്ഞടിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തന്റെ കയ്യിൽ അണുബോംബുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിജെപിക്ക് വേണ്ടി വോട്ട് മോഷ്ടിക്കുകയാണ്. വെറുതെ പറയുകയല്ല, മാത്രമല്ല വ്യക്തമായ തെളിവുകളുമുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി അറിയിക്കുന്നത്. ഞാൻ ഈ അണുബോംബ് പൊട്ടിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബാക്കി ഉണ്ടാകില്ലെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിജെപിക്ക് വേണ്ടി വോട്ട് മോഷ്ടിക്കുകയാണ്. മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പോടുകൂടി സംശയം വർദ്ധിച്ചു. അതിനുള്ള തെളിവ് ലഭിച്ചു. മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 1 കോടി വോട്ടർമാർ കൂടി. ഞങ്ങളുടെ കൈവശം അനുഭവമുണ്ട്. അത് പൊട്ടിച്ചാൽ പിന്നെ ഇന്ത്യയിൽ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ കഴിയില്ലെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്രിക്കറ്റ് കളിക്കിടയിൽ ആളെ പറ്റിക്കുന്ന അമ്പയറെ പോലെയാണെന്നും 2017ലും 2022ലും ഗുജറാത്തിൽ കോൺഗ്രസിനെ തോൽപ്പിച്ചുവെന്നും രാഹുൽ ഗാന്ധി അടുത്തിടെ പറഞ്ഞിരുന്നു. നേരത്തെ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പ്രതിഷേധം അറിയിച്ചിരുന്നു. സുപ്രീം കോടതിയിൽ ഹർജിയും സമർപ്പിച്ചിരുന്നു. പരിഷ്കരണം ഭരണഘടനാ വിരുദ്ധമാണെന്നും വോട്ടവകാശം കൂട്ടമായി നിഷേധിക്കപ്പെടുമെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു. പശ്ചിമ ബംഗാൾ അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും സമാനമായ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുന്നത് നിർത്തലാക്കണമെന്നും ആവശ്യമുയർന്നിരുന്നു. തിരിച്ചറിയലിനു വേണ്ടി ജനന സർട്ടിഫിക്കറ്റ് മാത്രം ആധാരമാക്കിയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികളും വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കിയാൽ 3 കോടി ജനങ്ങൾക്കെങ്കിലും വോട്ടവകാശം നഷ്ടപ്പെടുമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാട്ടിയത്. അതേസമയം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കൂടിയാലോചനകളൊന്നും കൂടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധന പ്രഖ്യാപിച്ചതിനെതിരെ വിമർശനവുമായി സുപ്രീം കോടതിയും രംഗത്തെത്തിയിരുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വോട്ടർ പട്ടികയിലെ പരിഷ്കരണം എന്തിനെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി ചോദിച്ചിരുന്നു. പൗരത്വം തീരുമാനിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനങ്ങളെ പൗരത്വം തെളിയിക്കാൻ നിർബന്ധിക്കുകയാണെന്നും കോടതി വിമർശിച്ചിരുന്നു. അതിനിടെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തയ്യാറാക്കിയ കരട് പട്ടികയിൽ 65 ലക്ഷത്തിലധികം വോട്ടർമാരെ ഒഴിവാക്കിയതായി റിപ്പോർട്ടുകളും പുറത്തുവന്നു. വോട്ടർമാരിൽ പലരും മരിക്കുകയോ സംസ്ഥാനം വിട്ടു പോവുകയോ കണ്ടെത്താൻ കഴിയാത്തവരോ ഒന്നിലേറെ തവണ വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്തവരോ ആണെന്നതായിരുന്നു വിവരം. കരട് പട്ടികയിൽ പട്നയിൽ നിന്നാണ് ഏറ്റവും അധികം വോട്ടർമാരെ ഒഴിവായത്. 3.95 ലക്ഷം പേരാണ് പട്നയിൽ നിന്നും പുറത്തായത്. ഇതോടെ ആകെ വോട്ടർമാരുടെ എണ്ണം 7.9 കോടിയിൽ നിന്ന് 7.24 ആയി കുറഞ്ഞു. 243 നിയമസഭാ മണ്ഡലങ്ങളും 90,817 പോളിംഗ് സ്റ്റേഷനുകളുമാണ് പട്ടിക പുതുക്കലിൽ ഉൾപ്പെടുന്നത്. എന്നാൽ അതിഥി തൊഴിലാളികളായി ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും നിരവധി പേർ ജോലി ചെയ്യുന്നുണ്ടെന്നും എന്നാൽ അതിൽ നിരവധി പേർക്ക് ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടുകൾ ഉണ്ടെന്നും ഇതിനെ മറികടക്കുന്നതിനായാണ് വോട്ടർ പട്ടിക പരിഷ്കരണമെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെളിവുകൾ ഇല്ലാതാക്കുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. 45 ദിവസത്തിനു ശേഷം തെരഞ്ഞെടുപ്പിന്റെ CCTV വെബ്കാസ്റ്റിംഗ് വീഡിയോ ദൃശ്യങ്ങൾ എന്നിവ നശിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതിനെതിരെയായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. മാച്ച് ഫിക്സഡ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാം നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ മാത്രം നടക്കുമെന്നും ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളും അട്ടിമറിക്കപ്പെടാമെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയിരുന്നു.